എല്ലാവർക്കും വയലറ്റ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതേപോലെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കില്ലാത്ത ഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു സ്കേർട്ട് തയ്ച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്ച്ചെടുക്കാം. ഇനിയിപ്പോൾ താഴെ വശം ഇതേപോലെ തന്നെ മതിയെങ്കിൽ നമ്മൾ ഈ താഴെ ഒന്നും ചെയ്യേണ്ട. ഞാനിവിടെ താഴെ ഫ്രില്ല് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതേപോലെ നേരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണേ. എന്നിട്ട് ആ മാർക്ക് ചെയ്തെടുത്തു നിന്ന് നമുക്ക് ലെങ്ത് ഒന്ന് അടയാളപ്പെടുത്താം. ഞാനിവിടെ 4 ഇഞ്ച് ഫ്രില്ല് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ബാക്കി 14 ഇഞ്ചാണ് ലെങ്ത് കൊടുക്കുന്നത്. ടോട്ടൽ നമുക്ക് വേണ്ടത് 18 ഇഞ്ചാണ്. മുകളിൽ എന്നിട്ട് 2 ഇഞ്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് എലാസ്റ്റിക്കിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ നമ്മൾ ആ 2 ഇഞ്ച് കൊടുത്തില്ലേ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം മാറ്റി വെക്കാം. ഇനിയിപ്പം ബാക്കി ഭാഗത്തു നിന്നും ഈ സ്ലീവിൻ്റെ പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ലീവ് ഒന്ന് ഈ സൈഡ് വഴി ഒന്ന് കട്ട് ചെയ്ത് നിവർത്തി വെക്കണം. അപ്പോൾ നിവർത്തി വെക്കുമ്പോൾ നമുക്ക് കാണാം 2 സൈഡിലോട്ടും ചെറിയൊരു ചെരിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ ഒന്ന് ആദ്യം വരച്ചു കൊടുക്കണം. എന്നിട്ട് വേണം നമുക്ക് എത്രയാണോ ഫ്രില്ല് വേണ്ടത് അതിൻ്റെ ഒന്ന് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 4 അപ്പം നമുക്ക് താഴ്വശം മടക്കിയൊക്കെ സ്റ്റിച്ച് ചെയ്യണമല്ലോ, അതുകൊണ്ട് 4.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ എന്നിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന അത്രയും കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അവിടെ പോക്കറ്റ് ഉണ്ടായിരുന്നു, പോക്കറ്റിൻ്റെ ചെറിയൊരു ഭാഗം ഉണ്ടായിരുന്നു, അതൊക്കെ ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ വെച്ചിട്ട് മുകൾ വശം കണ്ടല്ലോ, അതിങ്ങനെ ആദ്യം 4 ഇഞ്ചൊന്ന് മടക്കുക. എന്നിട്ട് നല്ല വീതിക്കൊന്ന് മടക്കുക. നല്ല വീതിക്കെന്ന് പറഞ്ഞാൽ 1.5 ഇഞ്ച് വീതിക്കാണ് ഇത് മടക്കിയിരിക്കുന്നത്. നമ്മൾ 1.25 ഇഞ്ചിൻ്റെയാണ് എലാസ്റ്റിക് ഇടുന്നത്. ഇതേപോലെയുള്ള സ്കേർട്ടുകൾക്ക് 1.25 ഇഞ്ചിൻ്റെ എങ്കിലും എലാസ്റ്റിക് ഇടണം, എന്നാലേ നല്ല ഭംഗി വരത്തുള്ളൂ. ഇനി ഇത് നമുക്ക് റൗണ്ടിലൊന്ന് തയ്ച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എലാസ്റ്റിക്കാണ്. എലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. എലാസ്റ്റിക് 1.25 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ നീളം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് അറിയാമല്ലോ. എത്രയാണോ അരവണ്ണം അതിൽ നിന്ന് 3 ഇഞ്ച് കുറയ്ക്കുക. വളരെ സിമ്പിളാണ്. ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ടൊരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് നമ്മൾ ഈ എലാസ്റ്റിക് ഇതിലേക്ക് ഇടുക. കുറച്ച് ബുദ്ധിമുട്ട് കാണും വീതിയുള്ള എലാസ്റ്റിക് ആയതുകൊണ്ട്. എന്നാലും ഒന്ന് പതുക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഈ എലാസ്റ്റിക് ഫുള്ള് അതുപോലെ ഇങ്ങെടുത്ത് ഇപ്പുറത്തെ സൈഡിൽ കൂടി ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റും. കണ്ടോ, ഇതേപോലെ എടുക്കുക. എന്നിട്ട് ഇവിടെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു സ്റ്റിച്ച് പോരാ, 2-3 പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഇതേപോലെ നമ്മൾ ഫ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രില്ല് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ താഴെ വശത്തങ്ങ് കൂട്ടി തയ്ച്ച് കൊടുത്താൽ മാത്രം മതി. നല്ല വശവും വെക്കുക. എന്നിട്ട് ഇതുപോലെ ഈ കാണുന്നത് പോലെ സ്റ്റിച്ച് ചെയ്ത് പോവുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്കേർട്ടിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ നമ്മൾ ഫ്രില്ല് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയാണെങ്കിൽ സ്കേർട്ട് നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ നമ്മൾ ആ താഴ്വശം കട്ട് ചെയ്ത് കളഞ്ഞില്ലേ, അത് കട്ട് ചെയ്യേണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടോ, ഇപ്പോൾ നമ്മുടെ സ്കേർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.